SSC GDയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് എക്സാം സെന്റർ ഒക്കെ വന്നു, എക്സാം ഡേറ്റ് ആയി. അപ്പോൾ എക്സാം ഡേറ്റ് കിട്ടിയിട്ടുള്ളവർക്ക് അറിയാം ഇനി നമുക്ക് എത്ര ദൂരമുണ്ട് ക്ലാസ്സിലേക്ക് എന്ന് ക്ലിയർ ആയിട്ടും, അതായത് നമ്മുടെ പരീക്ഷയിലേക്ക് എന്ന് നമുക്ക് ഒരു ധാരണയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇനിയുള്ള സമയം നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ RRB ഗ്രൂപ്പ് ഡിയുടെ റിസൾട്ട് വന്നു, കുറെ ആൾക്കാർ അതിൽ പ്ലേസ്ഡ് ആയി. CPOയുടെ റിസൾട്ട് വന്നു. അപ്പോ ഇനിതാ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാനുള്ള ഒരു എക്സാം നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഏതാണ്? SSC GD. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാം നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ റീസണിങ്ങിന്റെ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ എല്ലാ ഷിഫ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ SSC GDക്ക് ബ്ലഡ് റിലേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രീവിയസ് ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. എല്ലാവരും ആ ക്വസ്റ്റ്യൻസ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക് എന്താണെന്ന് വളരെ സിമ്പിളായി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ നിങ്ങളെ എല്ലാവരെയും ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം ബ്ലഡ് റിലേഷൻ എന്താണ്? ഇപ്പൊ ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഫാമിലിയിൽ വരുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. തർക്കമുണ്ടോ കാര്യത്തിൽ? ഇല്ല. അപ്പോ ഈ റിലേഷൻ എന്ന് പറയുമ്പോൾ കുറെ റിലേഷൻഷിപ്പുകൾ നമുക്കറിയാം. എന്താണ്? അച്ഛൻ, അമ്മ, അങ്കിൾ, ആന്റി, ബ്രദർ, സിസ്റ്റർ, കസിൻസ്, ഇങ്ങനെ ഒരുപാട് റിലേഷൻസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. ഓക്കെ. അപ്പോ ഇത്തരം റിലേഷൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്തിൽ വരുന്നത്? ബ്ലഡ് റിലേഷൻ വരുന്നത്. ഇതിൽ പല കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 ടൈപ്പുകൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തും. ആദ്യം ഞാൻ ഒന്നാമത്തെ ടൈപ്പുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതായത് ഡയഗ്രാം ഉപയോഗിച്ച്, അതായത് അത്യാവശ്യം ലാംഗ്വേജ് സ്കിൽ ഉള്ളവർക്കൊക്കെ ഇത് വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. എന്നാൽ ഇച്ചിരി ലാംഗ്വേജ് ഒക്കെ ബാക്കിലുള്ളവർക്ക് ഇത് ചെയ്യാൻ ഒരു അല്പ കൺഫ്യൂഷൻ തോന്നും. അങ്ങനെയുള്ളവർക്ക് ഒരു ഈസി സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം, ഡയഗ്രാം വരച്ച് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുന്നു, പ്രധാനപ്പെട്ട ചില സിമ്പിൾസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പ്ലസ് എന്ന് പറയുന്ന സിമ്പിള് മെയിലിനെയാണ് ഞാൻ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മൈനസ് സിമ്പിൾ ഞാൻ ഫീമെയിലിനെയാണ് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഡബിൾ ലൈൻ ആണെങ്കിൽ ഞാൻ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. ഞാൻ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ലൈൻ ആണെങ്കിൽ അത് ബ്രദർ ഓർ സിസ്റ്റർ ആണ്. എന്താണ്? ബ്രദർ ഓർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആണ്. ദെൻ വെർട്ടിക്കൽ ആയിട്ടുള്ള റിലേഷൻ ആണ് ഞാൻ എന്താ പറയുന്നത്? സൺ ഓർ ഡോട്ടർ. ഓക്കെ. ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട സിമ്പലുകൾ. എന്താണ്? പ്ലസ് മെയിലിനെ കാണിക്കുന്നു, മൈനസ് ഫീമെയിലിനെ കാണിക്കുന്നു, ഡബിൾ ലൈൻ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു, ഹൊറിസോണ്ടൽ ലൈൻ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു, വെർട്ടിക്കൽ ലൈൻ സൺ ഓർ ഡോട്ടർ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ A എന്ന് പറയുന്ന ഒരു പുരുഷനുണ്ട്, അയാളുടെ വൈഫ് ആണ് B എന്ന് പറയുമ്പോൾ ഡബിൾ ലൈൻ ഉപയോഗിച്ച് ഞാൻ ആരെ കാണിക്കുന്നു? B യെ കാണിക്കുന്നു. വൈഫ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കുന്നു. ഇവർക്കൊരു മകനുണ്ട്. മകന്റെ പേര് തന്നിട്ടില്ലെങ്കിൽ എന്ത് കാണിച്ചാൽ മതി? ഒരു സിംഗിൾ ചെറിയൊരു ബ്രാക്കറ്റ് കാണിച്ചാൽ മതി. മകനായതുകൊണ്ട് പ്ലസ് കൊടുത്തു. ഒരു മകൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ അവര് സഹോദരങ്ങളാണല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് മകളായതുകൊണ്ട് മൈനസ് കൊടുക്കുന്നു. കത്തിയോ? ഈ രീതിയിൽ നമുക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഫാമിലിയിലുള്ള റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ വരച്ച ഡയഗ്രവും സിംബൽസും മനസ്സിലായിട്ടുള്ളവർ ഒരു ലൈക്ക് അടിക്കുക. അപ്പോ ഞാൻ നിങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി ഇതിലെ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ആഫ്റ്റർ ദിസ് ക്ലാസ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. അപ്പോ ഞാൻ നിങ്ങളെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുപോകും. എന്താണ് ഈ ടൈപ്പ് 1 ക്വസ്റ്റ്യൻ? സാർ, എന്താണ് ഈ ടൈപ്പ് 1 ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഓരോ ആളുകളെയും ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എന്താണ്? നിങ്ങൾ നോക്കൂ, M ഈസ് ദ ബ്രദർ ഓഫ് N എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്തുകൂടെ? M എന്ന് പറയുന്നത് എന്താണ്? Nന്റെ ബ്രദർ ആണ്. ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ. പിന്നെ B ഈസ് ദ ബ്രദർ ഓഫ് N. ബിയും എന്താണ്? Nന്റെ ബ്രദർ ആണ്. ഓക്കെ. M ഈസ് ദ ബ്രദർ ഓഫ് D. M ആരുടെ ബ്രദർ ആണ്? D യുടെയും ബ്രദർ ആണ്. ബട്ട് N ഈസ് നോട്ട് എ ബ്രദർ ഓഫ് D. N ആരല്ല? D യുടെ ബ്രദർ അല്ല എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. N ഈസ് നോട്ട് എ ബ്രദർ ഓഫ് D എന്ന് പറയുമ്പോൾ ബ്രദർ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? പറഞ്ഞ മക്കളെ, സിസ്റ്റർ ആയിരിക്കും എന്നല്ലേ അതിന്റെ അർത്ഥം.
ഹൗ ഈസ് എൻ റിലേറ്റഡ് ടു ഡി? മക്കളെ ഈ പോയിന്റ് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഡയറക്ഷൻ പഠിപ്പിച്ചപ്പോഴും ചിലർ ഡൗട്ടായിട്ട് കണ്ടതാണ്. എൻ റിലേറ്റഡ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയുടെ ആരാണ് എൻ എന്നാണ്. ഹൗ ഈസ് എൻ റിലേറ്റഡ് ടു ഡി എന്ന് ക്വസ്റ്റ്യന്റെ അവസാനം കണ്ടാൽ ഡിയുടെ ആരാണ് എൻ? ഡിയുടെ പറ, ഡിയുടെ ബ്രദർ അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരായിരിക്കും? സിസ്റ്റർ ആയിരിക്കും. ആരെന്ന് പറയുന്നത്? എൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെ മനസ്സിലാക്കാനും വരച്ചെടുക്കാനും കഴിവുള്ളവർക്ക് ശ്രദ്ധിക്കുക, അങ്ങനെയുള്ളവർക്ക് സിമ്പിൾ ആയിട്ട് മക്കളെ ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുപോവാണ്. ഇതും ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, എ ആൻഡ് ബി ആർ ബ്രദേഴ്സ്. എയും ബിയും ബ്രദേഴ്സ് ആണ്. ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. എയും ബിയും ബ്രദേഴ്സ് ആണ്. കണ്ടോ മക്കളെ? സി ആൻഡ് ഡി ആർ സിസ്റ്റേഴ്സ്. ഞാൻ സിയും ഡിയും സിസ്റ്റേഴ്സ് ആണെന്ന് വരച്ചു. ഇനി എന്താ? എ സൺ ഈസ് ഡീസ് ബ്രദർ. എയുടെ സൺ ഡിയുടെ ബ്രദർ. അപ്പൊ ഇവര് ഇവിടെ അല്ല നിൽക്കേണ്ടത്, താഴെയാണ് നിൽക്കേണ്ടത്. എയുടെ സണ്ണ് ഡിയുടെ ബ്രദർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയും ഡിയും എന്താണ്? സിസ്റ്റേഴ്സ്. പിന്നെ സിസ്റ്റേഴ്സ് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ സിമ്പിൾ ആണ്. എയുടെ സൺ എന്ന് പറയുന്നത് ആരാണ്? ഡിയുടെ ബ്രദർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ബ്രദറും ആണ്? സിയുടെ ബ്രദറും ആണെന്നല്ലേ അതിന്റെ അർത്ഥം? ആണ്. ഹൗ ഈസ് ബി റിലേറ്റഡ് ടു സി? അർത്ഥം പറഞ്ഞ മക്കളെ, ഹൗ ഈസ് ബി റിലേറ്റഡ് ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയുടെ ആരാണ് ബി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ പറ, സിയുടെ ആരാണ് ബി? പറ, സിയുടെ ആരാണ് ബി? സിയുടെ ആരാണ്? ഈ ബന്ധം അറിയാലോ, അച്ഛന്റെ സഹോദരൻ. അച്ഛന്റെ സഹോദരനെ നമ്മൾ എന്തെന്ന് പറയും? അങ്കിൾ എന്ന് പറയും. എന്താണ്? അങ്കിൾ. ജഗതി പറയുന്ന ഓർമ്മയില്ലേ? അങ്കിൾ. അപ്പൊ ആ അങ്കിൾ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷേ കൺഫ്യൂസ്ഡ് ആണ്. അത് കൃത്യമായി വരച്ചു പഠിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ്? എ ഈസ് ബീസ് ബ്രദർ. എ എന്ന് പറയുന്നവൻ എന്താണ്? ബിയുടെ ബ്രദർ ആണ്. എ ഈസ് ബീസ് ബ്രദർ. എ എന്ന് പറയുന്നത് ബിയുടെ ബ്രദർ ആണ്. സി ഈസ് എസ് മദർ. സി എന്ന് പറയുന്നത് എയുടെ മദർ ആണ്. സി ഈസ് എസ് മദർ. ഡി ഈസ് സീസ് ഫാദർ. ഡി എന്ന് പറയുന്നത് സിയുടെ ഫാദർ ആണ്. ഓക്കെ, ഡി ഈസ് സീസ് ഫാദർ. എഫ് ഈസ് എ സൺ. എഫ് എന്ന് പറയുന്നത് എയുടെ സൺ ആണ്. കുറെ വരച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഹൗ ഈസ് എ റിലേറ്റഡ് ടു എഫ് ചൈൽഡ്? എ എന്ന് പറയുന്നത് എഫിന്റെ ചൈൽഡിന്റെ ആരോ? എഫിന്റെ ചൈൽഡിന്റെ ജെൻഡർ ഇവിടെ തന്നിട്ടില്ല. എ എന്ന് പറയുന്നത് എഫ്. അപ്പൊ എഫിന്റെ ചൈൽഡിന് എ ആരാണെന്നല്ലേ ക്വസ്റ്റ്യൻ? എഫിന്റെ ചൈൽഡിന് എ ആരായിരിക്കും? അച്ഛന്റെ അച്ഛൻ. എന്താണ്? ഗ്രാൻഡ് ഫാദർ. കത്തിയോ നിങ്ങൾക്ക്? അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ സാധിച്ചില്ലേ? അപ്പോ ഇത് 3 ക്വസ്റ്റ്യൻസ് കൃത്യമായി എ ബിയുടെ ആരാണ്, ബി സിയുടെ ആരാണ്, എം എന്നിന്റെ ആരാണ്, ഇങ്ങനെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ ചെയ്ത 3 ക്വസ്റ്റ്യൻ. അടുത്തത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ടൈപ്പ് 2. ടൈപ്പ് 2 എന്താണ്? ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത ഒരാളെ ചൂണ്ടിക്കൊണ്ട് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഷോയിങ് എ മാൻ ഓൺ ദി സ്റ്റേജ്. ഷോയിങ് എ മാൻ ഓൺ ദി സ്റ്റേജ്, റീത്ത സെഡ് ഹി ഈസ് ദ ബ്രദർ. ഒരു മാനെ ചൂണ്ടിക്കൊണ്ട് ആര് പറയുന്നു? റീത്ത പറയുന്നു. എന്താണ് പറയുന്നത്? ഹി ഈസ് ദ ബ്രദർ ഓഫ് ദി ഇവൻ. അതായത് ഈ പറഞ്ഞ വ്യക്തി, ഈ മാൻ എന്ന് പറയുന്ന വ്യക്തി ബ്രദർ ആണ്. ഹി ഈസ് ദ ബ്രദർ. ഹി ഈസ് ദ ബ്രദർ ഓഫ് ദി ഡോട്ടർ എന്ന് പറഞ്ഞാൽ ആരുടെയോ ഡോട്ടറിന്റെ ബ്രദർ ആണ്. ഹി ഈസ് ദ ബ്രദർ ഓഫ് ദി ഡോട്ടർ ഓഫ് വൈഫ് ഓഫ് മൈ ഹസ്ബൻഡ്. വൈഫ് ഓഫ് മൈ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ റീത്ത ഇവിടെ തന്നെ അല്ലേ നിൽക്കുന്നത്? എന്റെ ഹസ്ബൻഡിന്റെ, അങ്ങനല്ലേ ഇങ്ങനെ പറഞ്ഞേ? റീത്തയുടെ ഹസ്ബൻഡ് ഇവിടെ. എന്താ പറയുന്നത്? ഹി ഈസ് ദ, ഈ മാനേജർ, ഹി ഈസ് ദ ബ്രദർ ഓഫ് ദി ഡോട്ടർ ഓഫ് ദ വൈഫ്. ഡോട്ടർ ഓഫ് ദി വൈഫ് ഓഫ് മൈ ഹസ്ബൻഡ്. അതായത് എന്റെ ഹസ്ബൻഡിന്റെ വൈഫിന്റെ ഡോട്ടറിന്റെ ബ്രദർ ആണെന്ന്. കത്തിയോ? പറഞ്ഞു മനസ്സിലായോ? എന്താണ്? എന്റെ ഹി ഈസ് ദ ബ്രദർ. ബ്രദർ ആണ് ആരുടെ? ഡോട്ടർ.
ആരുടെ ഡോട്ടർ? ഓഫ് ദി വൈഫ് ഓഫ് മൈ ഹസ്ബൻഡ്, എന്റെ ഹസ്ബൻഡിന്റെ വൈഫിന്റെ, ഹസ്ബൻഡിന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ റീത്തെ തന്നെയാണ്, ഹസ്ബൻഡിന്റെ വൈഫിന്റെ ഡോട്ടറിന്റെ ബ്രദർ ആണ് ഈ മാൻ എന്ന് പറഞ്ഞാൽ ഹൗ ഈസ് ദ മാൻ ഓൺ ദി സ്റ്റേജ് റിലേറ്റഡ് ടു റീത്ത എന്ന് പറഞ്ഞാൽ റീത്തയുടെ ആരാണ് ഈ ചെറുക്കൻ, ഈ പയ്യൻ ആരാണ്? സൺ അല്ലേടെ ഉത്തരം. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇതിനകത്ത് ഉണ്ടോ നിങ്ങൾ, നമുക്ക് ക്ലിയർ ആയിട്ട് എ ബിയുടെയും ബി സിയുടെ ആരാണെന്നല്ല തന്നിരിക്കുന്നത്, മറിച്ച് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളെ ചൂണ്ടിക്കൊണ്ട് റീത്ത പറയുകയാണ്. അത് പറഞ്ഞത് തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. നേരെ എന്റെ മകനാണെന്നാണോ പറഞ്ഞത്? അല്ല, ഹി ഈസ് ദ ബ്രദർ ഓഫ് ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന്റെ മകളുടെ ബ്രദറാണ്. ആ പയ്യനെ പറ്റി പറഞ്ഞു നോക്ക്, സ്വന്തം മോനെ പറ്റി പറഞ്ഞത് എന്റെ, അതായത് റീത്തയുടെ ഹസ്ബൻഡിന്റെ മകളുടെ ബ്രദറാണ്, സ്വന്തം മോനെ പറ്റി പറഞ്ഞതാണ് ഒരമ്മ. ഓക്കെ, അപ്പോ ക്ലിയർ ആയിട്ട് നിങ്ങൾ ആ റിലേഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ഇത് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പോയിന്റിംഗ് ടു എ മാൻ ഇൻ ദ ഫോട്ടോഗ്രാഫ് എ വുമൺ സെഡ്. വീണ്ടും ഫോട്ടോഗ്രാഫിലുള്ള ഒരു മാനെ ചൂണ്ടിക്കൊണ്ട് ഒരു വുമൺ പറയുന്നു. എന്താണ്? ഹി ഈസ് ദ ഓൺലി സൺ ഓഫ്, ഹി ഈസ് ദ, അതായത് he is the only son, he is the only son of, he is the only son of my mother's father, അതായത് എൻ്റെ മദറിന്റെ, he is the only son of എൻ്റെ മദറിന്റെ ഫാദറിന്റെ. അപ്പം അത് മിനിറ്റ്. He is the, ഞാൻ ഒന്നുകൂടെ വായിക്കാം. He is the only son of, അപ്പൊ മദറിന്റെ ഫാദർ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ അതൊന്നുകൂടെ വരച്ച് കാണിക്കാം. He is the only son of, he is the only son of my, അവ വുമണിന്റെ മദറിന്റെ, വുമണിന്റെ ആ പറഞ്ഞ വുമണിന്റെ മദറിന്റെ ഫാദറിന്റെ ഒരേ ഒരു സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ബന്ധം വരുന്നത്. അതായത് ഒരാള് ഈ മകളും ഒരാള് ഈ മകനുമാണ്. അപ്പൊ പറഞ്ഞ് മനസ്സിലായല്ലോ. എന്താ, ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഹി ഈസ് ദ, അതായത് ഇവനെ ചൂണ്ടിക്കൊണ്ടാ പറയുന്നത്, ഹി ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ ഫാദർ. അതായത് വുമൺ ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ് എന്റെ അമ്മയുടെ അച്ഛന്റെ ഒരേ ഒരു മകനാണ് ആരെന്ന് പറയുന്നത്, ഈ ഫോട്ടോഗ്രാഫിലുള്ള ആരെന്ന് പറയുന്നത്, മാൻ എന്ന് പറയുന്നത്. കത്തിയോ നിങ്ങൾക്ക്? എന്താ പറയുന്നത്? ആ വുമൺ പറയുന്നു എന്റെ അമ്മയുടെ അച്ഛന്റെ ഒരേ ഒരു മകനാണ് എന്ന് പറയുമ്പോൾ അമ്മയുടെ സഹോദരനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ? ഹൗ ഈസ് ദ വുമൺ റിലേറ്റഡ് ടു മാൻ ഇൻ ദ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാനിന്റെ ആരാണ് ഈ വുമൺ? നല്ലേ ക്വസ്റ്റ്യൻ. മാനിന്റെ ആരാണ് ഈ വുമൺ? നമ്മൾ എപ്പോഴും സഹോദരന്റെയോ സഹോദരിയുടെയോ മകളെ ഓർക്കുക, സഹോദരന്റെയോ സഹോദരിയുടെയോ മകളാണെങ്കിൽ നീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി സഹോദരന്റെയോ സഹോദരിയുടെയോ ഒരാളുടെ, ഇപ്പൊ എന്ന് പറയുന്ന ഒരാളുടെ സഹോദരന്റെയോ സഹോദരിയുടെയോ ആവാം, മകളാണെങ്കിൽ അതിനെ എന്താ അറിയപ്പെടുന്നത്? നീസ് എന്നാണ് അറിയപ്പെടുന്നത്. കേട്ടോ, എന്താണ് അറിയപ്പെടുന്നത്? നീസ്. ഇനി മകനാണെങ്കിലോ, എന്ന് പറയുന്ന ആളുടെ സഹോദരന്റെയോ സഹോദരിയുടെയോ മകനാണെങ്കിൽ അതോട് ഓർത്തു വെച്ചോളുക. ഏതാണ് വരുന്നത്? നെഫ്യൂ എന്നാണ് അറിയപ്പെടുന്നത്. കേട്ടോ, ഓർത്തു വെക്കണം, പഠിക്കുന്നവർ എഴുതി വെച്ചോണം കേട്ടോ. എന്ന് പറയുന്നവന്റെ സഹോദരന്റെയോ സഹോദരിയുടെയോ മകനാണെങ്കിൽ നെഫ്യൂവും, മകളാണെങ്കിൽ നീസുമാണ്. അതുകൊണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഈസ് ദ വുമൺ റിലേറ്റഡ് ടു മാൻ ഇൻ ദ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ മാനിന്റെ ആരാണ് ഈ വുമൺ എന്നാണ് ക്വസ്റ്റ്യൻ. മാനിന്റെ ആരാണ്? സഹോദരിയുടെ മകൾ എന്ന് പറയുമ്പോൾ എന്താണ്? നീസ് ഈസ് ദ റൈറ്റ് ആൻസർ. കത്തി എന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഷീല ഇൻട്രൊഡ്യൂസ്ഡ് രാഹുൽ. ഷീല രാഹുലിനെ ഇൻട്രൊഡ്യൂസ് പറയുന്നു. ഹിസ് സിസ്റ്റർ, ആരുടെ സിസ്റ്റർ? രാഹുലിന്റെ സിസ്റ്റർ ഈസ് എ സിംഗിൾ ഡോട്ടർ ഓഫ് മൈ മദർ. അപ്പൊ സിമ്പിൾ ആണല്ലോ. ഷീല പറയുന്നു, ഷീല ഇൻട്രൊഡ്യൂസ് ഹിസ് സിസ്റ്റർ ഈസ് ദ, അതായത് ഇത്രയേ ഉള്ളൂ. രാഹുലിന്റെ സിസ്റ്റർ ഹിസ് സിസ്റ്റർ, അതായത് രാഹുലിന്റെ സിസ്റ്റർ ഈസ് എ സിംഗിൾ ഡോട്ടർ ഓഫ് മൈ മദർ എന്ന് പറയുമ്പോൾ ഷീല ഇവിടെ വരും അല്ലെ? ഷീലയുടെ അമ്മയുടെ
ഒരേ ഒരു അപ്പൊ ഷീല ഇൻട്രൊഡ്യൂസ് ചെയ്ത രാഹുൽ, ഷീല രാഹുലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പറയുന്നു ഹിസ് സിസ്റ്റർ ഈസ് എ സിംഗിൾ ഡോട്ടർ ഓഫ് മൈ മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാഹുലിന്റെ സിസ്റ്റർ എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ് എന്ന് പറയുമ്പോൾ ക്ലിയർ അല്ലേടെ? ഷീല തന്നെയാണ് എന്തിനെ പറ്റി പറയുന്നത്? ഇയാളെ സ്വന്തം സഹോദരനെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. ഹിസ് സിസ്റ്റർ ഈസ് ദ സിംഗിൾ ഡോട്ടർ ഓഫ് മൈ മദർ. ഇനി എന്താ നമുക്ക് അറിയേണ്ടത്? ഹൗ ആർ രാഹുൽ ആൻഡ് ഷീല റിലേറ്റഡ് ടു ഈച്ച് അതർ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഇറ്റ് ഈസ് ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കത്തിയോ? വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. മക്കളെ ഞാൻ അടുത്ത ടൈപ്പിലോട്ട് കൊണ്ടുപോകാം. മക്കളെ ടൈപ്പ് 3 മൂന്നാമത്തെ ടൈപ്പ് പഠിച്ചു വെച്ചോ. അപ്പോ ഞാനിതെല്ലാം GDയുടെ പ്രീവിയസ് ഇയർ കണ്ട ക്വസ്റ്റ്യൻസ് പറയുന്നു. SSCക്ക് ചോദിച്ചിട്ടുള്ള SSC എക്സാമുകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ടൈപ്പാണ് SSC CGL CHSL GD MTS എല്ലാ എക്സാമുകൾക്കും ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്താണ്? A+B means A is the father of B. എന്താ മക്കളെ? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. A-B means A is the wife of B. A into B means A is the daughter of B. A divided by B means A is the son of B. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം പറയാൻ J into K ഞാൻ ഇങ്ങോട്ട് വരച്ച് കാണിക്കാം കേട്ടോ. എന്താണ് J into K എന്ന് പറഞ്ഞാൽ എന്താ? J into K, J is the daughter of K എന്നല്ലേ? J is the daughter of K. കത്തിയോ? J is the daughter of K. K plus L എന്താണ്? K plus L, K is the father of L. K is the father of L എന്ന് പറയുമ്പോൾ ജെയുടെ സഹോദരങ്ങൾ ഒരാളാണ് ആരെന്ന് പറയുന്നത് L. ഇപ്പൊ രണ്ടെണ്ണം ഞാൻ വരച്ച കൃത്യമല്ലോ. J into K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ J is the daughter of K. കറക്റ്റ് ആണ്. Then K plus L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? K is the father of B. അതായത് K is the father of L. ഇവിടെ K ആരുടെ ഫാദർ ആണ്? Lന്റെ ഫാദർ ആണ്. പിന്നെന്താ? L divided by M എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? A divided by B എന്താ? A is the son of B. അതായത് എന്താണ്? L is the son of M. L is the son of M എന്ന് പറയുമ്പോൾ M ക്ലിയർ ആണ്. ആരുടെയാണ്? M Kയുടെ വൈഫ് ആണ് M. ഇവൻ സണ്ണുമാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. എന്താ ക്വസ്റ്റ്യൻ? Then how is M related to J? Jയുടെ ആരാണ് M? ഈ M related to J എന്ന് പറഞ്ഞാൽ Jയുടെ ആരാണ് M എന്നാണ്. അത് തിരിഞ്ഞു പോകരുത്. അപ്പൊ Jയുടെ ആരാണ് M? Jയുടെ അമ്മയാണ്. സോ ഓപ്ഷൻ A is the right answer. ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവസാനം നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? A into B means A is the wife of B. A divided by B means A is the father of B. Which of the following expressions means R is the paternal grandfather of S? മക്കളെ paternal grandfather എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം അത് മനസ്സിലാക്കും. ഇപ്പൊ A എന്ന് പറഞ്ഞ ഒരാളുടെ അച്ഛന്റെ അച്ഛനെയാണ് കേട്ടോ. ഒരാളുടെ ഫാദറുമായി റിലേറ്റഡ് ആണ് കേട്ടോ. ഫാദറിന്റെ ഫാദറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? paternal grandfather. അപ്പൊ ഫാദറുമായി ബന്ധപ്പെട്ട്. ഇനി A എന്ന് പറയുന്ന ആളുടെ മദറിന്റെ ഫാദർ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞേ? മെറ്റേണൽ എന്ന് പറഞ്ഞേ കേട്ടോ. മെറ്റേണൽ. ഇതെന്താണ്? പെറ്റേണൽ. ഓർത്തിരിക്കണം. ആ ടേം ഓർത്ത്. ഫാദറിന്റെ ഫാദറിനെ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്നും മദറിന്റെ ഗ്രാൻഡ് ഫാദറിനെ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്നും പറയും. അപ്പോ അങ്ങനെ വരുന്ന ആരാണ്? ആർ ഈസ് ദ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് എസ് വരുന്ന ഇതിൽ ആരാണ്? അപ്പൊ ഫാദർ കാണിക്കുന്ന എന്തിനാന്ന് നോക്ക് നിങ്ങൾക്ക്. ഡിവിഷൻ സിമ്പിൾ ആണ് ഇവിടെ ഫാദറിനെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ കൂടുതൽ വരുന്നത് നോക്കിയാൽ മതി. ഇവിടെ ഇൻഡു വരുമ്പം അത് വരാൻ ചാൻസ് ഇല്ല. ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട്. അടുത്തത് ഇവിടെ നോക്കി. ഇത് സി ഇടുന്നതായിരിക്കും നല്ലത്. എന്താ? ആർ ഈസ് ദ ഞാൻ ഇവിടോട്ട് വരയ്ക്കാം. ആർ ഈസ് ദ ഫാദർ ഓഫ് ബി. ആർ ഈസ് ദ ഫാദർ ഓഫ് ജെ അല്ലെ? ആർ ഈസ് ദ ഫാദർ ഓഫ് ജെ. അത് കത്തിയല്ലോ. പിന്നെ എന്താ? ജെ ഡിവൈഡ് ബൈ എസ്. ജെ ഈസ് ദ ഫാദർ ഓഫ് എസ്. ജെ ഈസ് ദ ഫാദർ ഓഫ് എസ്. പിന്നെന്താ? എസ് ഇൻറ്റു യു. എന്താണ് എസ് ഇൻറ്റു യു? എസ് ഈസ് ദ വൈഫ് ഓഫ് ബി. എസ് ഈസ് ദ വൈഫ് ഓഫ് യു. ശരിയല്ലേ? ഇത് കറക്റ്റ് ആണ്. എന്താണ്? ആർ ഈസ് ദ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് എസ്. ശരിയാണ്. എസിന്റെ അച്ഛന്റെ അച്ഛനല്ലേ ആറ്. അപ്പൊ ഓപ്ഷൻ സി വരയ്ക്കുമ്പോഴാണ് നമുക്ക് ആർ ഈസ് ദ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് എസ് വരുന്നത്. ബാക്കി വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വരച്ചു ചോദിക്കോ. അതൊന്നും എന്ത് വരില്ല? പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ വരില്ല. ഓക്കെ, ക്ലിയർ ആണ്. ഇനി
ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരുക. ഇതിന്റെ ഉത്തരം മസ്റ്റ് ആയിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം, നിങ്ങൾ കണ്ടെത്തണം. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കമന്റ്സിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടെത്തലിലൂടെ ആ ആൻസർ നമുക്ക് കണ്ടുപിടിച്ച് വരാം. എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ് A+B മീൻസ്. നമ്മൾ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. A+B മീൻസ് എന്താണ്? A+B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്ലസ് കാണുമ്പോൾ ചിന്തിക്കേണ്ടത് A is the mother of B എന്നാണ്. A-B എന്ന് പറഞ്ഞാൽ എന്താ? A is the sister of B. A ഇൻറ്റു കണ്ടു കഴിഞ്ഞാൽ A is the son of B. ഡിവൈഡഡ് ബൈ കണ്ട A is the father of B. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഈ എക്സ്പ്രഷൻ K+U - T into R divided by M എടുത്തിട്ട് how is K related to M, അതായത് എമ്മിന്റെ ആരാണ് K എന്ന് കണ്ടുപിടിച്ച് ഇതിലെ ഏത് ഉത്തരമാണെന്ന് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുന്നവർക്ക് ഞാനൊരു സമ്മാനം തരുന്നതായിരിക്കും. അപ്പോ എല്ലാവരും കമന്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോ താങ്ക് യു. നന്നായി നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നിങ്ങൾ എക്സാം ഡേറ്റ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഇനി എത്ര ദൂരത്തിലാണ് എന്ന് കൃത്യമായ ധാരണയായി കഴിഞ്ഞു. നമ്മുടെ കുട്ടികളെല്ലാം നന്നായി പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ചിലരൊക്കെ പഠിക്കുന്നതിന്റെ വേഗത ഒന്ന് കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ലൈവ് സെക്ഷൻസുമായി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും. CHSL ലൈവ് കൊടുക്കുന്നതായി നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ GD ബാച്ചിന് അവസാനത്തെ ദിവസങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂർ വരുന്ന ലൈവ് സെക്ഷൻസുമായി ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. മറ്റ് എല്ലാ സബ്ജക്ട്സും നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടാവും. നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.